ജപ്പാനിൽ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലം എന്ന് പറയുമ്പോൾ ഈ സമുറായികൾ വാളും കുന്തമൊക്കെ ഉപയോഗിച്ച് നടത്തിയിരുന്ന ഒരു രാജ്യഭരണത്തിന് ശേഷം പ്രോപ്പറായിട്ട് തോക്ക് പരിപാടി പോലീസ് ആർമി ഒക്കെ വന്നു തുടങ്ങുന്ന ഒരു കാലഘട്ടം. സമുറായിസിന്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചേർന്ന് ഒരു മത്സരം സംഘടിപ്പിക്കുകയാണ്. സംഗതി നമ്മുടെ സ്ക്വിഡ് ഗെയിം പോലൊരു മത്സരമാണ്. ഒരു കൂട്ടം മത്സരാർത്ഥികൾ ഓരോ ആൾക്കാരുടെയും കഴുത്തിൽ ഓരോ വുഡൻ ടാഗ് ഇട്ടിട്ടുണ്ട്. പരസ്പരം പൊരുതി എതിരാളിയെ കൊന്ന് ആ ടാഗ് സ്വന്തമാക്കണം. അങ്ങനെ ഇതില് തന്റെ കുടുംബത്തിനെ പട്ടിണിയിൽ നിന്നും കരകയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ നായകൻ ഷുജിറോ സാഗയും മത്സരിക്കുന്നു. ഈ ഷുജിറോ സാഗയ്ക്ക് ഒരു വലിയ പാസ്റ്റ് ഉണ്ട്. പുള്ളി സമുറായികൾക്കിടയിലെ ഒരു ഐക്കൺ തന്നെയായിരുന്നു. ഈ മത്സരം മുന്നോട്ട് പോകുന്തോറും ഷുജിറോ സാഗയ്ക്ക് പല സംശയവും തോന്നുന്നു. ആരാണ് ഇത് നടത്തുന്നത്? എന്തിനാണ് ഇവർ നടത്തുന്നത്? സർക്കാർ അറിയാതെ ഈ മത്സരം എങ്ങനെ നടത്തുന്നു? മൃതദേഹങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇതിന് ആര് ഫണ്ട് ചെയ്യുന്നു? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. സർക്കാരും ഇതേ സമയത്ത് തന്നെ ഇങ്ങനൊരു ഗെയിം നടക്കുന്നതറിഞ്ഞ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. പറഞ്ഞു വന്നത് നെറ്റ്ഫ്ലിക്സിലെ ലാസ്റ്റ് സമുറായ് സ്റ്റാൻഡിംഗ് എന്ന വെബ് സീരീസിനെ പറ്റിയാണ്. ജാപ്പനീസ് നോവലിസ്റ്റായ ഷോഗു ഇമാമുറയുടെ ഇക്കുസഗാമി എന്ന നോവലിനെ ബേസ് ചെയ്ത് വരുന്ന വെബ് സീരീസ് ആണ് ലാസ്റ്റ് സമുറായ് സ്റ്റാൻഡിംഗ്.